നമ്മളെല്ലാവരും കൂടെ ദൃശ്യം 3 കാണാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഐ മീൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയപ്പോൾ അമ്മേൻ്റെ ഡയലോഗാണിത്. നേരെ 10:30 മണിയായിട്ടും അടുക്കളയ്ക്ക് വരാത്ത. എനിക്കിത് സിനിമയ്ക്ക് പോകാനുള്ളതാ. ഞാനാരോ നിന്റെ വേലക്കാരത്തി. അതെല്ലാം വന്ന് ചായപ്പടി ഞാൻ എനിക്ക് ബോധിച്ചതുണ്ടാക്കും. അത് നിനക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കണ്ട. ചായ താ. അത് പിന്നെ രാവിലെ ആയ നിർബന്ധമാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇന്ന് നമുക്ക് വെള്ളയപ്പവും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. ചൂടുള്ള വെള്ളത്തിന് മേലിടുക. നമ്മൾ പാൻ കേക്ക് കഴിക്കണ പോലെ എടുക്കൊരു പീസ്. ഇതിപ്പോൾ തണുത്തതായതുകൊണ്ട് ഇങ്ങനെ അരിയാതെ നിൽക്കും. പക്ഷെ ചൂടുള്ള സ്വീറ്റ് പൊട്ടേറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബട്ടർ അതിന് മേലേക്ക് ഇങ്ങനെ അരിയും. ഇതും കൊള്ളാം. സോ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ മുടി ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുളി കഴിഞ്ഞിട്ട് മുടി ആ ഒരു ഇതിലാണ്, ആ ഒരു എന്താ പറയുക, കുറച്ച് ആ ഒരു കേൾസ് എനിക്കിഷ്ടമില്ലാത്തൊരു കേൾസാണ്. ഐ മീൻ നല്ല കേൾസ് ആണെങ്കിൽ ഓക്കെ, ഇതൊരു മാതിരി പാറി നിൽക്കുന്ന പോലെ. അപ്പം ഞാൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കുളി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പം ഞാൻ വെറുതെ എന്തായാലും കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങുകയാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ബ്ലോ ഡ്രൈ, ടൈമില്ലാത്ത ടൈം നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് അത്ര വലിയ വെടിപ്പായിട്ടല്ല ഇതിരിക്കുന്നത്. ഇത് ഞാനൊരു ഇതില്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ പാർട്ടീഷൻ എടുത്ത് ചെയ്യണം. ഞാൻ പാർട്ടീഷൻ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കണ്ടത്. ഇവിടേക്കും ഇങ്ങനെയൊക്കെ സമയമില്ല. ഇത് ഞാൻ ഇപ്പം തന്നെ അഴിക്കണം, കാരണം ഇത് അഴിക്കാതെ എനിക്ക് എൻ്റെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ മുടി അഴിച്ചു, ലുക്കിംഗ് ഗുഡ്. ഞാൻ ഡ്രസ്സ് മാറ്റി വെക്കണം. അടിച്ചു വരാൻ നേരമല്ല. ഈ ഡ്രസ്സിന് എന്തിടാൻ പോണേ? ഇതൊരു കുർത്തയാണ്. സോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്നെയിൽ മ്യൂസിൻ സിറം അല്ല ക്രീം, ഓൾ ഇൻ വൺ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ മുഖ്യമാണ്. കാരണം രാവിലത്തെ ഷോ ആയതുകൊണ്ട് വരുമ്പോൾ എന്തായാലും ഉച്ചയാകും. അപ്പോൾ നല്ല സൺസ്ക്രീൻ എടുത്തു. ഇത് നല്ലൊരു സൺസ്ക്രീനാണ്, ലൈക്ക് സൺസ്കൂപ്പിൻ്റെ ബോഡി സൺസ്ക്രീനാണ്. അപ്പോൾ സ്പ്രേ ആയതുകൊണ്ട് ഞാൻ ഫേസിനും നമ്മുടെ ബോഡിക്കും യൂസ് ചെയ്യും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. ഫേസിലല്ലാതെ ബോഡിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പിന്നെ കൺസീൽ ചെയ്തു. ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഫുള്ളൊരു ഹറിബറിയിലാണ് ഒക്കെ ചെയ്യുന്നത്. നല്ല വൃത്തിയുള്ള ഉറക്കമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് കുറച്ച് അധികം എനിക്ക് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മളൊപ്പം പോവാനുള്ള ആൾക്കാരും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ എവിടേക്കാണ് പോകുന്നത്? മൂവി മോർണിംഗ്. അങ്ങനെ കൺസീൽ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ഐലൈനറും മസ്കാരയും ഇട്ടു. പിന്നെ നമ്മുടെ ലിപ് കോംബോ, അതായത് ഫസ്റ്റ് ഞാനൊരു പർപ്പിൾ ലൈന് വെച്ചിട്ട് ഇതേപോലെ ലൈൻ ചെയ്യും. ഈ ലൈൻ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ലിപ് ലൈനർ ഷാർപ്പാണെന്നുള്ളതാണ്. അതിങ്ങനെ തീരെ ഷാർപ്പൻ ചെയ്യാതെ ഇങ്ങനെ രീതിയിൽ നമുക്ക് ശരിക്കും ഒരു ഡിഫൈൻഡ് ലുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഷാർപ്പൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യും. ഒരു ചെറിയൊരു ഡോട്ട് കൊടുക്കുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു റെഡ് ചെറിയ കളറ് ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കും. അതിന് പുറമേ ഞാനൊരു ബ്രൗൺ ലിപ്പ് ലൈനർ കൂടെ യൂസ് ചെയ്യും. അതായത് എൻ്റെ ലിപ്പ് പൊതുവേ ഒരു പിഗ്മെൻറ്റഡ് ലിപ്പ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു പിഗ്മെൻറ്റഡ് ലിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ലിപ്പ് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ ആഗ്രഹം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ചേരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു നമ്മുടെ ഐബ്രോയും ചെയ്ത് കൊടുത്തിട്ട് മുടിയിൽ സെറ്റാക്കി. ഞാൻ എങ്ങനെയൊക്കെ മുടി സെറ്റാക്കില്ല പോണ നേരത്ത് ഇതിങ്ങനെ ഒരുമാതിരി ഒരു ലുക്കിലാണ് ഉണ്ടാവുക. പക്ഷെ കുഴപ്പമില്ല,
പിന്നെ എനിക്ക് നേരമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റിങ്സ് ഇട്ടു. ഇത് ഞാൻ ഈ വീടിൻ്റെ അടുത്തുള്ള കോട്ടയ്ക്കുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു മോതിരത്തിൻ്റെ. അപ്പോൾ ഞാൻ ഒരു 4-5 മോതിരമൊക്കെ ഇട്ടു. അപ്പോഴത്തേനും മറ്റേ ദൃശ്യം 3 സ്പോയിലർ പറയാൻ വേണ്ടിയിട്ടും കൂടെ ഒരാൾ വന്നു. അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പു പറയണ എന്താ, നമ്മളെ ഇഷ്ടം എനിക്കറിയില്ല. രണ്ടും ഇഷ്ടമായി. രസം ഏത് സിനിമയ്ക്ക് നമ്മൾ പോകുന്നു? ദൃശ്യം 3. നിങ്ങളതിന് ദൃശ്യമൊക്കെ മുമ്പ് കണ്ടോ? രണ്ടും കണ്ടി. ഓട്ടോ പിടിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി അവസാനം കുടിക്കല് കൊടുക്കൂലേ, അതിങ്ങനെ എടുക്കൂട്ടോ. എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഓട്ടോയാണ് വിളിച്ചത്. കാരണം ഇവിടെ 2 പേർക്കും ജോലി ഉള്ളതുകൊണ്ട്, ഞായറാഴ്ച ജോലി ഉള്ളതുകൊണ്ട് അവരുണ്ടാവില്ല, ഉണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോകണം. സോ നമ്മൾ ഓട്ടോ വിളിച്ച് നല്ല മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിന് മഴയൊന്നും പെയ്തില്ല. പിന്നെ നമ്മളൊരു അരമണിക്കൂർ മുന്നേ അവിടെ എത്തി. സോ എനിക്കെപ്പോഴും സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തെ എത്തണം. കാരണം എനിക്ക് ആ റഷായിട്ട് കറക്റ്റ് അവിടെ എത്തുന്ന രീതിയിൽ പോയാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു അരമണിക്കൂർ മുമ്പ് പോകാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എന്തൊക്കെ റെഡിയായാലും മുടി അത് ഓട്ടോറിക്ഷയിലേ വരുന്നത്. ഇവിടൊക്കെ ഒരുമാതിരി പൊന്തണം ഇഷ്ടമല്ല. എണ്ണ തേക്കണേ ടീകളെ. നീ എണ്ണ തേച്ചോ? വെള്ളം തേച്ചാണ്ട് വരുന്നത് എണ്ണ. ഇപ്പോൾ നമ്മൾ പോണതിന് മുന്നേ തന്നെ പോപ്കോൺ വാങ്ങിച്ചു. കുറച്ച് നേരത്തെ വാങ്ങിച്ചാൽ തിന്ന് തീർക്കണോണ്ട് നമ്മൾ കയറാറാവുന്ന ടൈമിലാണ് വാങ്ങിച്ചത്. ഇത് രണ്ടും ഒരേപോലെ ഉണ്ട് പക്ഷെ കാണാൻ. തിരഞ്ഞെടുക്കുക എക്സ്പെർട്ട് 18 പച്ചമരുന്നുകളുള്ള ശങ്കരൻ നായരുടെ തലയും കറങ്ങും. ആക്ച്വലി ഇത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൃശ്യം 3ൻ്റെ ആ ഒരു ടൈറ്റിൽ കാണിക്കാൻ പറ്റുക, അതിനാ എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് വന്നുകൊണ്ട് ഞാനിങ്ങനെ കാണുന്ന മുഴുക്കത്തിലിരിക്കുന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല എനിക്ക്. പിന്നെ സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അവിടെ നിന്ന് കയറിയത് വാങ്ങിച്ച് അവിടെ നിന്ന് നമ്മൾ നേരെ കയറി. ഇത് തീർന്നപ്പോൾ ഏകദേശം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഫുഡ് കഴിച്ച് പോകുന്നത്, ആകെ ആ 2 വെള്ളയപ്പം കഴിച്ച് പോകുന്നതിനാണ്. പിന്നെ 2 മണിയായാലോ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ സിനിമ ഇഷ്ടപ്പെട്ടു, ബട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പോഴത്തെ പോലെയും നമ്മളെ ഐ മീൻ നല്ല ട്വിസ്റ്റുകളായിരുന്നു. പക്ഷേ സ്റ്റിൽ എന്തായാലും ഇതിന് 4 ഉണ്ടായിരിക്കും ഐ തിങ്ക്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു സ്പോയിലർ ഉണ്ടാക്കുന്നില്ല. സോ എല്ലാവരും കാണാൻ അടിപൊളി സിനിമയാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഇത് വലിയൊരു ഇറക്കായതുകൊണ്ട് അപ്പുറത്തെ മല കാണാൻ പറ്റുമോ? ഈ മറ്റേ അവിടുന്ന് ശരിക്കാണ് നമുക്ക്. അപ്പം കാണിച്ചുതരാം. ഇവിടുന്നാണ് ശരിക്കും നമുക്ക് ആ അപ്പുറത്തെ മല കാണാൻ പറ്റുക. അത് കണ്ടോ? അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവരെ തറവാട്ടിലാക്കി ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഡ്രസ്സ് മാറ്റി നേരെ ഫുഡ് കഴിച്ചു. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഏതായിരുന്നു സിനിമേൻ്റെ പേര്, എന്തോ ഒരു ആൺമക്കളായിരുന്നല്ലോ, എനിക്ക് ഓർമ്മയില്ല. ആ സിനിമ ഇട്ടിട്ട് ഞാൻ നല്ല ചിക്കൻ കറി, മീൻ വറുത്തതും മോരുകൂട്ടനൊക്കെ കൂട്ടി ചോറുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങണം. അപ്പം ശരി, ഗുഡ് നൈറ്റ്, അല്ല ഗുഡ് ആഫ്റ്റർനൂൺ.